ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. ഇന്ന് നമ്മൾ പീപ്പിൾ മോളിലൊന്ന് കറങ്ങാൻ വന്നതാണ് ഗൈസ്. മോളെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ലുലു മോൾ പോലെയൊക്കെ ആയിരിക്കുന്നല്ലേ. ബട്ട് ഇത് അങ്ങനത്തെ ഒരു മോളല്ല കേട്ടോ, കുറച്ച് ഡിഫറെന്റ് ആണ്. ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു സെക്ഷനൊക്കെ മറ്റൊരു സൈഡിലായിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇവിടുത്തെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ, കുറച്ച് ഡിഫറെന്റ് അല്ലേ. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കൊച്ചുങ്ങൾക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരേപോലെ ചില്ലാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഫോട്ടോഷൂട്ടും മറ്റും ചെയ്യാനുള്ള ഒത്തിരി സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. പിന്നെ കൊച്ചുങ്ങൾക്കുള്ള ഒത്തിരി ക്യൂട്ട് ആൻഡ് ഫൺ ആയിട്ടുള്ള കാര്യങ്ങളും, എസ്പെഷ്യലി അവരെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിലാണ് കേട്ടോ അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. നേരുവാണെങ്കിൽ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി എക്സൈറ്റ്മെന്റിലായി. ഓരോ സ്പോട്ട് കാണുമ്പോഴും ഇവിടെ കളിക്കണം അവിടെ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആള്. എനിക്ക് തോന്നിയത് ഈ എൻട്രൻസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് അവർ കുട്ടികൾക്ക് തന്നെയാണ് കേട്ടോ. ബിക്കോസ് അത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. നേരുവാണെങ്കിൽ എവിടേക്കാണ് നോക്കണ്ടേന്നുള്ള കാര്യത്തിൽ പോലും ഫുൾ കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കേട്ടോ കിഡ്സിനുള്ള പ്ലേ ഏരിയ. കൊച്ചുങ്ങൾക്കുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെയും ഒത്തിരി സ്നാക്സ് വെറൈറ്റീസും ഡെസേർട്സും കൂൾ ഡ്രിങ്ക്സും അങ്ങനെ ഒത്തിരി സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാൻ. നമ്മളിവിടെ ഒന്നും കയറാതെ പോകുമ്പോൾ നേരിന്റെ നോട്ടം ഫുള്ളും ഇവിടുത്തെ ഓരോ ഷോപ്പുകളിലേക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയി ഫസ്റ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു. 60 rupees ആണ് കേട്ടോ പെർ ഹെഡിന് ചാർജ്. ടിക്കറ്റ് എടുത്ത് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ താജ്മഹലിന്റെ മെയിൻ ഗേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ആഗ്ര താജ് അല്ല, ഭോപ്പാലിലുള്ള മിനി താജിന്റെ. നമ്മുടെ താജ്മഹലിന്റെ ഓൾമോസ്റ്റ് സെയിം മോഡൽ തന്നെയാണ് അവിടെ ഉള്ളത്. ആ മെയിൻ ഗേറ്റിൽ നിന്നുള്ള എൻട്രൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ടു സെയിം തന്നെയാണ്. ഇതിനകത്ത് തന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിളിന്റെ ഒരു മിനി മോഡലും കാണാം കേട്ടോ. ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി നമ്മൾ ഈവനിങ് ഒരു 5:30 ശേഷമാണ് കേട്ടോ വന്നത്. നേരുവാണെങ്കിൽ താഴെ ഇറങ്ങിയതും പിന്നെ ഫുൾ കളിയായിരുന്നു. അങ്ങനെ മിനി താജിനകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലുള്ള ലൈറ്റിംഗ് ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ. മമ്മിക്കും അമ്മൂനൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. ഡൽഹി പോയൊരു ഫീല് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ മുംബൈയിലുള്ള താജ് ഹോട്ടലും റെഡ് ഫോർട്ടും സൺ ടെമ്പിളും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയും ഒത്തിരി ഫോട്ടോഷൂട്ടിനുള്ള സ്പോട്ടുകളുണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ ഒരു ടോപ്പ് വ്യൂ ഉണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുക. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ ചെന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പിലാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ കപ്പിൾസിനാണെങ്കിൽ ഡേറ്റിങ്ങിനും ഫാമിലിക്കാണെങ്കിൽ ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ. പിന്നെ ഗൈസ് അവിടുത്തെ ലൈറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഫുൾ ടൈം ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം നടന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ടയർഡായിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഞാൻ പറയാൻ വിട്ടത്, ആ ബാക്കിൽ കാണുന്നുണ്ടോ, അത് ഈഫൽ ടവർ ആണ് കേട്ടോ. അതുകൂടെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ഒരു മോളിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കണ്ടൊരു ഫീൽ കിട്ടുന്നുള്ളതാണ് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ് ഇവിടുത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് നമ്മൾ റിഫ്രഷ്മെന്റ് ഒക്കെ ചെയ്തത്. നേരിന് പിന്നെ യൂഷ്വൽ അവരുടെ ഫേവറേറ്റ് പോപ്കോൺ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞത്. എനിക്ക് പിന്നെ കോൾഡ് ആയിരുന്നുകൊണ്ട് ജ്യൂസും ഐസ്ക്രീമൊന്നും കഴിക്കാൻ തന്നില്ല കേട്ടോ. നല്ലൊരു ചായയും പിന്നെ പേറ്റീസുമാണ് കഴിച്ചത്. ഇതും ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആണ് കേട്ടോ. വെജ്, നോൺ വെജ്, പനീർ, അങ്ങനെ ഇതിലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും വെജ് പേറ്റീസ് ആണ് കേട്ടോ കഴിച്ചത്. സിസ്റ്റർ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. നേരിട്ടിന് പിന്നെ ജ്യൂസാണ് മേടിച്ചു കൊടുത്തത്. ആള് പിന്നെ ജ്യൂസ് കുടിക്കുമ്പോൾ പോലും വീഡിയോയ്ക്ക് പോസ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്റർ പിന്നെ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ. സംഭവം കൊള്ളായിരുന്നു. പിന്നെ അവിടെ ഒത്തിരി ഫൺ ആക്ടിവിറ്റീസും ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഒരവിടെയായിട്ട് കുറച്ച് ക്രൗഡ് കണ്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. നോക്കുമ്പോൾ അവിടെ കുറച്ച് കോളേജ് പിള്ളേരാന്ന് തോന്നുന്നു ഫിഷ് സ്പാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സൗണ്ടും കൂവലും എല്ലാം കൂടെ കേട്ടപ്പോൾ നമ്മൾ പോയി നോക്കിയതായിരുന്നു. നമ്മളാരും ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10 o'clock ഒക്കെ ആയി കാണും. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കെല്ലാം കാലിയായിരുന്നു. അങ്ങനെ മമ്മിയാണെങ്കിൽ അടുത്ത ആൾക്കാരൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ പിന്നെ ഫുൾ ഊഞ്ഞാലിൽ കളിയായിരുന്നു. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ ഈ വിക്രമാദിത്യനും വേതാളവും പോലെ അപ്പോഴേക്കും വന്ന് മേലെ കയറിയിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം ചില്ല് ചെയ്തിട്ടായിരുന്നു പോയത്.
എങ്ങനെയുണ്ട് ഗൈസ് മോള്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? കുട്ടികൾക്ക് നല്ല അടിപൊളി ടൈം പാസ്സാണ് ഇവിടെ. ഗൈസ് എനിക്ക് സംസാരിക്കാൻ വയ്യാതുകൊണ്ടാണ് കേട്ടോ എല്ലാം വോയിസ് ഓവർ ചെയ്യുന്നത്. ഭയങ്കര കോൾഡാണ് ഗൈസ്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലാവും. അങ്ങനെ വരുന്ന വഴിക്ക് ഐസ്ക്രീം കണ്ടതും ഇപ്പം തന്നെ വേണമെന്ന് അതിനേറ്റിന്. ഗൈസ് ആക്ച്വലി എനിക്ക് സംസാരിക്കാനേ വയ്യ ഗൈസ്. എൻ്റെ സൗണ്ട് ഫുള്ളും പോയിരിക്കുകയാണ്. എനിക്ക് ഐസ്ക്രീം വേണ്ട, എൻ്റെ സൗണ്ട് അല്ലെങ്കിൽ തന്നെ പോയിരിക്കുകയാണ്. ഗൈസ് നേരുതേ ഇവൾക്ക് നല്ല കോൾഡാണ്, എന്നിട്ട് എന്തേ ഐസ്ക്രീം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതേത് ഫ്ലേവർ നേരു? ഗ്രീൻ തന്നെ. ഏത് ഫ്ലേവറാ? പിസ്ത. ഓക്കെ, എങ്ങനെയുണ്ട് ഐസ്ക്രീം? അങ്ങനെ എനിക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരും കഴിച്ചതില്ല കേട്ടോ. നേരു മാത്രം എന്തേ തനിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മോൾ എങ്ങനെയുണ്ട്? സൂപ്പർ. ഗൈസ് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ സംസാരിക്കാൻ ഒട്ടും വയ്യ. സൗണ്ട് ഫുള്ളായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വോയിസ് ഓവറിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബൈ.